ഹായ് ഫ്രണ്ട്സ്, എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നൗഷാദ്. വെൽക്കം ടു ടെക്നീഷ്യൻ മീഡിയ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പഴയ സ്ക്രാപ്പ് ആയിട്ട് ഒഴിവാക്കുന്ന സാധനങ്ങൾ കൊണ്ട് ഒരുപാട് ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെയുള്ള ഒരു ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വണ്ടിയുടെ മാറ്റിയിട്ടുള്ള ചെയിൻ സ്പോക്കറ്റ് കൊണ്ട് ഒരു ഐറ്റം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചെയിൻ സ്പോക്കറ്റിനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ആദ്യം നമ്മൾ ഇതിൽ പൊടിയും അതുപോലെ പിടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കരി ഓയിലുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല ക്ലിയർ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നതിന് ഞാൻ ഒരു വയർ ബ്രഷ് എടുത്തിട്ട് ആദ്യം ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കളയാണ്. അതിനുശേഷം ഞാൻ പെട്രോൾ ഉപയോഗിച്ചിട്ടാണ് കഴുകുന്നത് കേട്ടോ. പെട്രോൾ അതുപോലെ ഡീസൽ, മണ്ണെണ്ണയൊക്കെ ഉപയോഗിച്ച് കഴുകുന്നതിൽ ഇതേപോലെ നല്ല വെട്ടി തിളങ്ങി കിട്ടും നമുക്ക് സംഭവം. എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും മെറ്റലിൻ്റെ സംഭവങ്ങളൊക്കെ, ഇരുമ്പിൻ്റെ സാധനങ്ങളൊക്കെ നമുക്ക് മണ്ണെണ്ണ, പെട്രോൾ, ഡീസലൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. ഒരു വിധം ക്ലിയർ ആവുന്ന രീതിയിൽ ഞാൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ചെയിനെ ഒന്ന് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏകദേശം ഒരു 2-2.5 അടി നീളത്തിലുള്ള കഷ്ണമാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇതിനങ്ങനെ പ്രത്യേക അളവൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അധികം റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം ഈ 2.5 അടി നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ചെയിനെ നമ്മൾ ജോയിൻ ചെയ്യുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഒറ്റ ചെയിൻ സ്പോക്കറ്റും മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. ഡബിൾ ആക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അതിനുശേഷം ഈ ചെയിൻ സോക്കറ്റിൻ്റെ ഈ സെൻറ്റർ ഭാഗം നമുക്ക് ക്ലോസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു PVCയുടെ കഷ്ണമാണ് ഉപയോഗിക്കുന്നത്. ഇരുമ്പിൻ്റെ കഷ്ണം കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് വെൽഡ് ചെയ്ത് കൊടുത്താലും മതി. സിമ്പിളായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു PVCയുടെ കഷ്ണം കറക്റ്റായിട്ട് കട്ട് ചെയ്തിരുന്നത്. കട്ട് ചെയ്യാനും എളുപ്പമാണ്, അതേപോലെ തന്നെ അതിൽ ഫിറ്റ് ചെയ്യാനും എളുപ്പമാണ്. അതിന് വേണ്ടിയിട്ടാണ് PVC എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഈ രൂപത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതിലേക്ക് ഇറക്കണം. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാനൊരു ഐഡിയ കാണിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹോളായിട്ടുണ്ട്. നമ്മളിത് ഇതിലേക്ക് അടിച്ച് കയറ്റണം കേട്ടോ. അടുത്ത പണി ക്ലോക്കിൽ നിന്നും നമ്മൾ ആ മെഷീനും അതിൻ്റെ സൂചിയും ഊരിയെടുത്തിട്ട് ആ കേസിനെ അങ്ങോട്ട് മാറ്റി വെക്കുക എന്നുള്ളതാണ്. നമുക്കിതിൽ മെഷീനും അതിൻ്റെ സൂചികളും മാത്രം മതി, ബാക്കിയുള്ള കേസും കാര്യങ്ങളൊന്നും വേണ്ട. ഇതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചെയിൻ സോക്കറ്റിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ബാറ്ററി ഊരി വെക്കുക. അതിനുശേഷം ഇതിൻ്റെ സൂചികൾ ഓരോന്നായിട്ട് ഊരുക. സൂചി ഊരുമ്പോൾ അതിൻ്റെ ആ സെൻറ്റർ ഭാഗം പിടിച്ച് കറക്റ്റായിട്ട് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും. ഓവറായിട്ട് വലിച്ചു കഴിഞ്ഞാൽ സൂചി വളഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ 3 സൂചിയും ഊരി വെച്ചതിന് ശേഷം ഇതിൻ്റെ നടുകിലായിട്ടൊരു നെറ്റ് കാണും. ആ നെറ്റ് നമ്മൾ ഇടത്തോട്ട് തിരിച്ച് അഴിച്ചെടുക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിൽ ആ ഒരു മെഷീൻ മാത്രമായിട്ട് കിട്ടും. അപ്പോൾ മെഷീന് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ചെയിൻ സോക്കറ്റിൻ്റെ ഉള്ളിൽ നടുകിലായിട്ട് വെച്ചിട്ടുള്ള PVCക്ക് ഇട്ട ആ ഹോളിലൂടെ അതിൻ്റെ ആ സൂചികൾ വരുന്ന ഭാഗം പുറത്തേക്ക് ഇട്ടിട്ട് ആ നെട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ സൂചികൾ ഓരോന്നായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഊരി വെച്ച അതേപോലെ തന്നെ ആദ്യം മണിക്കൂർ സൂചി, അതിനുശേഷം മിനിറ്റ് സൂചി, അതിനുശേഷം സെക്കൻഡ് സൂചി. പതിയെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓവറായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സൂചി വളഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്, അതുപോലെ മെഷീൻ കംപ്ലൈൻറ്റ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അതിനുശേഷം നമ്മൾ ബാറ്ററി ഇട്ട് കൊടുക്കാം. സെക്കൻഡ് സൂചി ചെറുതായിട്ടൊന്ന് വളഞ്ഞിട്ട് മിനിറ്റ് സൂചിയിൽ ചെറുതായിട്ട് തട്ടുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് മുകളിലേക്കൊന്ന് ഉയർത്തി കൊടുക്കാം. ആഹാ, ഇപ്പോൾ കണ്ടോ എന്താ രസം കാണാൻ, അടിപൊളിയായിട്ടില്ലേ? അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യട്ടോ. ഇനി നമുക്ക് 1-2 പണികളും കൂടി ബാക്കിയുണ്ട്. ഇതിൽ 1-2 അക്കങ്ങളൊക്കെ ഒന്ന് പിടിപ്പിക്കണം, സമയം കൃത്യമായിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അക്കങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു കാലണ്ടറിൽ നിന്നുള്ള അക്കങ്ങളാണ് വെട്ടിയെടുക്കുന്നത്. അതാണ് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഒരുപാട് അക്കങ്ങളൊന്നും വെക്കുന്നില്ല. 3, 9, 6, 12 ഈ 4 അക്കങ്ങൾ മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ.
അപ്പോൾ അക്കങ്ങളെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത ആ ചെയിനും ചെറിയ സ്പോക്കറ്റും ഇതിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. ഈ സാധനങ്ങൾ രണ്ടും വെറുതെയാണ് കേട്ടോ. ഇതിൽ ആവശ്യമില്ലാത്തതാണ്, കാണാനൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 2 സാധനങ്ങൾ നമ്മൾ ഇതിൽ വെക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിലുള്ള ഏതെങ്കിലും ഹോളിലല്ല, ഈ 12 എഴുതിയിട്ടുള്ള അക്കത്തിൻ്റെ നേരെ താഴെയുള്ള ഈ ഒരു ഹോളിൽ നമ്മൾ സ്ക്രൂ ചെയ്തിട്ട് അങ്ങോട്ട് ഉറപ്പിച്ച് വെക്കുകയാണ് ചുമരിൽ. ഇപ്പോൾ എങ്ങനെയുണ്ട് കാണാൻ? സംഭവം നല്ല അടിപൊളിയല്ലേ? കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അധികം ചിലവും കാര്യങ്ങളും ഒരുപാട് പണിയൊന്നുമില്ല. എല്ലാവർക്കും അധികം റിസ്ക് ഇല്ലാതെ ഉണ്ടാക്കി നോക്കാവുന്നേ ഉള്ളൂ. ഈ ചെയിൻ സോക്കറ്റിനൊന്നും അധികം പൈസയും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട. ഏതെങ്കിലും ബൈക്ക് വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് ചോദിച്ചാൽ അവർ തരുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു 100-200 രൂപ കൊടുത്താൽ ഒരു ക്ലോക്കും വാങ്ങാൻ കിട്ടും. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള അടിപൊളി വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.